ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്കുണ്ടല്ലോ ഒട്ടും ഉറക്കില്ലാത്ത ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനൊരു 5 മണിക്കായപ്പോൾ എഴുന്നേറ്റു. പിന്നെ രാവിലെ ആവാൻ നിന്നിട്ടോ ഒന്ന് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങാനായിട്ട്. ഒന്നാമത് ആരുമില്ലല്ലോ, കാരണം എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞാൻ പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ കിച്ചണിൽ ആദ്യം തന്നെ നമുക്ക് മൈക്കിൾ ബേബിക്കുള്ള പാല് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇന്നലെ അപ്പോൾ ഈ പാല് തിളപ്പിച്ച പാത്രം കഴുകിയിട്ടായില്ല. അപ്പോൾ അത് കുറച്ച് നേരം വെള്ളത്തിൽ വെച്ച് കഴിഞ്ഞാൽ കഴുകാൻ സുഖമായിരിക്കില്ലെന്ന് വെച്ചിട്ട് അത് വെള്ളത്തിൽ ആദ്യം നനച്ചിട്ടു. എന്നിട്ട് ഇതേ മൈക്കിൾ ബേബിക്കുള്ള പാലിനുള്ള പാത്രം നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ കുറേ ദിവസമായി നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട് ആക്ച്വലി എനിക്ക് മൂഡ് സ്വിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാനുള്ളൊരു മൂഡില്ലായിരുന്നു. ഇത് പിന്നെ മുന്നെടുത്ത് വെച്ചാണ് എഡിറ്റ് ചെയ്ത് വെച്ചിട്ട് പിന്നെ നമുക്ക് വോയിസ് ഓവർ ചെയ്യാനുള്ള മടിയോണ്ട് ഞാൻ അവിടെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ മൈക്കിൾ ബേബിക്കുള്ള പാല് തിളപ്പിച്ച് വയ്ക്കാനായിട്ട് പാലൊക്കെ പൊട്ടിച്ചതേ പാത്രത്തേക്ക് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ എന്തൊക്കെയുണ്ട്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമ്മൾ എന്നും വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിക്കും കേട്ടോ, പക്ഷെ ഇതൊന്നും നടക്കുന്നില്ല. അങ്ങോട്ട് അവർ പോയതിൻ്റെ ക്ഷീണമൊക്കെ മാറി മാറി വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു ദിവസം നേരത്തെ എനിക്ക്, പിന്നെ പിറ്റേ ദിവസം നേരത്തെ എനിക്കാൻ പറ്റില്ല. അങ്ങനെ മാറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നല്ല കണ്ടൻറ് ക്ഷാമമുണ്ട് കേട്ടോ. പിന്നെ ഇതുപോലുള്ള ഡേ മൈ ലൈഫും സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്ന് കമൻറ്റ് ചെയ്യണം. അതല്ല, കണ്ടൻറ്റിൽ ചേഞ്ച് എന്തെങ്കിലും വരുത്തണമെങ്കിൽ ഉണ്ടല്ലോ, അതും എന്തായാലും നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഞാൻ ഇങ്ങനെ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഏത് രീതിയിൽ നമുക്ക് നമ്മുടെ വീഡിയോസൊക്കെ ഡെവലപ്പ് ചെയ്യാമെന്ന്. നമ്മളുണ്ടല്ലോ ഈ ഒരു മേഖലയിലേക്ക് ഇറങ്ങിയിട്ടല്ലേ ഉള്ളൂ. അത് കാരണം തന്നെ നമ്മൾ പഠിച്ച് വരുന്നുള്ളൂ. പിന്നെ നമ്മുടെ റാംബോ സാറിനുള്ള ചിക്കനും കൂടി പുറത്തെടുത്ത് വെച്ചു. പിന്നെ ഇന്നലെ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ക്ലീൻ കൂടി ചെയ്ത് മൊത്തം പിന്നെ അങ്ങോട്ട് തുടങ്ങാം എന്ന് വിചാരിച്ചു. പിന്നെ 3-4 ദിവസമായി ഇവിടെ തുടച്ചിട്ട്, അപ്പോൾ ഇന്ന് തുടയ്ക്കും വേണം. അങ്ങനെ കുറച്ച് പണികളുണ്ട്. മൈക്കിൾ ബേബി എണീക്കുമ്പോഴേക്ക് നമുക്ക് തീർക്കണം. പിന്നെ ഇത് നമ്മളുടെ ഒരു മോർണിംഗ് റൂട്ടീൻ വീഡിയോ എന്നുള്ള രീതിയിലൊക്കെ കൂട്ടിക്കോളൂ കേട്ടോ. നമ്മുടെ മോർണിംഗത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് ഒരു വീഡിയോ ആക്കിയിരിക്കുന്നതാണ്. അപ്പോൾ രാവിലെ തന്നെ ഈ നമ്മുടെ കൗണ്ടർ ടോപ്പും മോളൊക്കെ ഒന്ന് വൃത്തിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കഴുകാനുള്ള പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് തുടച്ചുകൂടി ഇട്ട് കഴിഞ്ഞാൽ ഏകദേശം തുടച്ചിട്ടാൽ തന്നെ നമ്മളുടെ വീട് ഒന്ന് ഫുള്ളി ക്ലീനായെന്ന് പറഞ്ഞപ്പോൾ തോന്നും. എത്ര അടിച്ചാലും ആ ഒരു ക്ലീനിങ്ങിൻ്റെ ഫീലിംഗ് ഒന്നും തോന്നില്ല കേട്ടോ. പിന്നെ ഇപ്പം സമയം ഏകദേശം ഒരു 6:30 ആയിട്ടുള്ളൂ. മൈക്കിൾ ബേബി എഴുന്നേക്കാറൊന്നും ആയിട്ടില്ല. അപ്പോൾ അവനെ എഴുന്നേക്കണേ മുന്നേ നമുക്ക് വേഗം പണികളൊക്കെ തീർക്കാമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ ഇപ്പം ഞാനും മമ്മിയും മാത്രമുള്ളൂ ഇവിടെ. പപ്പ അപ്പുറത്ത് വീട്ടിൽ പോയിക്കാണ്. അവിടെ മറ്റേ കശുവണ്ടിയും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം തന്നെ വെപ്പും കൂടിയും പിന്നെ ക്ലീനിങ്ങൊക്കെ ഒരു പരിവാണ്. അങ്ങനെ ഒരു വൈബൊക്കെ സെറ്റാവുമ്പോൾ നമുക്ക് തുടയ്ക്കാം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ റാംബോ സാറിനുള്ള ചിക്കൻ തിളപ്പിച്ച് വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കഴിക്കാറാകുമ്പോഴേക്കും ചൂടാറുമല്ലോ. അത് കാരണം ചിക്കനും നമ്മുടെ ഇൻഡക്ഷൻ കുക്കറിലേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ സോളാറായതുകൊണ്ട് തന്നെ പറയണ്ട, നമ്മൾ കൂടുതൽ ഇൻഡക്ഷൻ കുക്കർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ മോപ്പൊക്കെ കൊണ്ടുവന്ന് ഇപ്പോൾ ഞാനുണ്ടല്ലോ വിമ്മിൻ്റെ പുതിയ മറ്റേ ലിക്വിഡ് മേടിച്ചായിരുന്നേ, ഫ്ലോർ ക്ലീനിങ്ങിൻ്റെ. അത് നല്ല സ്മെല്ലുണ്ട് കേട്ടോ. അതായത് ഞാനത് നല്ലപോലെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം എനിക്ക് ഏറ്റവും കൂടുതൽ ലാവൻഡർ സ്മെല്ലുള്ള ലിക്വിഡ്സൊക്കെയാണ് ഇഷ്ടം. ലാവൻഡർ സ്മെല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ലാവൻഡർ സ്മെല്ലുള്ളതാണ് മേടിച്ചിരിക്കുന്നത്. പിന്നെ നല്ലപോലെ ക്ലീനും ആവുന്നുണ്ട് ആ ലിക്വിഡ് ഒഴിച്ചിട്ട് കേട്ടോ. അങ്ങനെ 2-3 ദിവസമായാലും തുടച്ചിട്ട് അതിന് നല്ല ചെളി ഉണ്ടായിരുന്നേ. നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് തന്നെ വിചാരിച്ചു. പിന്നെ സാറിൻ്റെ കളിപ്പാട്ടങ്ങൾ തട്ടിയിട്ട് നടക്കാനും ഇരിക്കാനും സ്ഥലമില്ല എന്നുള്ള രീതിയിലാണ്. എബി പോണേ മുന്നും കുറേ കളിപ്പാട്ടങ്ങൾ മേടിച്ചു കൊടുത്തിട്ടാണ് പോയിക്കണമെങ്കിൽ തിരിച്ച് വരുന്നത് വരെ മോനൊന്നിനും ഉണ്ടാവണ്ട എന്ന് വിചാരിച്ചിട്ട് അതുകൂടി മേടിച്ചു കൊടുത്തിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ ബാക്കിയുള്ള പോർഷനും കൂടിയൊക്കെ നമുക്ക് വേഗം തന്നെ ക്ലീൻ ചെയ്യണം മൈക്കിൾ ബേബി എനിക്കണേ മുന്നേ. പിന്നെ ഇന്ന് നമ്മൾ നന്നാവാൻ തീരുമാനിച്ചുകൊണ്ട് നമ്മൾ വർക്കൗട്ട് കൂടി ഉണ്ട്.
അപ്പോൾ 7:30 ക്ലാസ്സിൽ കയറാൻ ആണ് 7:30 ക്ലാസ്സിന് കയറാമെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അതിന് മുന്നേ നമുക്ക് തുടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഹെവി പണികളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, വേഗം തന്നെ തുടച്ചിടാമെന്ന് വെച്ചു. എന്നെ സംബന്ധിച്ച് ഈ ഒരു വീട് തുടയ്ക്കുക എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ഹെവി പണി തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ വേഗം തുടച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് വർക്കൗട്ടിനും കൂടിയും കയറാമല്ലോ എന്നുള്ളൊരു പ്ലാനിലാണ് ഞാൻ നിൽക്കുന്നത്. പിന്നെ എന്താണ്, മൈക്കിൾ ബേബി ഇവിടെയൊക്കെ മൊത്തം വെള്ളമൊക്കെ കളഞ്ഞ് നശിപ്പിച്ചിട്ടൊക്കെയായിരുന്നേ ഫ്ലോറ് മൊത്തം. അത് കാരണം തന്നെ നല്ല പോലെ ക്ലീൻ ചെയ്യേണ്ട ആവശ്യമുണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനത്തെ ഒരു മോപ്പാവുന്നതുകൊണ്ട് തന്നെ നമ്മുടെ കൈയൊന്നും ചെളിയാവുന്നില്ലല്ലോ. പണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ അമ്മമാരൊക്കെ കൈ കൊണ്ടൊക്കെ ഇങ്ങനെ പിഴിഞ്ഞും അങ്ങനെ എന്തോരം സ്ട്രഗിളാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോഴത്തൊക്കെ നമ്മളൊക്കെ ഫുള്ളി അഡ്വാൻസ്ഡാന്ന് പറയുന്നത്. തുടയ്ക്കാൻ ഇതിനൊക്കെ മെഷീൻ അടക്കം ആയി തുടങ്ങി. എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ട് കേട്ടോ മറ്റേ ക്ലീനിങ് റോബോട്ടിനൊക്കെ മേടിക്കണമെന്ന്. എബി പറഞ്ഞായിരുന്നു വേണേ മേടിക്കാമെന്ന്. പിന്നെ ഞാൻ പറഞ്ഞു വേണ്ട, കണ്ടന്റ് ക്ഷമമാവും, നമുക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ മേടിക്കാത്തതൊക്കെ കേട്ടോ. അങ്ങനെ നമ്മുടെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ഹാപ്പി ഹെൽത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജ് ആയിട്ട് ബന്ധപ്പെട്ട് അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. സ്റ്റെല്ല വർഗീസ് എന്നാണ് നമ്മുടെ ഡയറ്റീഷ്യൻ്റെ ഒക്കെ പേരൊക്കെ വരുന്നത്. ഭയങ്കര നമ്മൾ ഫ്രണ്ട്ലിയാണ്, നമ്മളോട് അത്ര കർക്കശമൊന്നുമില്ല, എന്നാൽ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യണം. പിന്നെ നമ്മളുടെ ഫുഡും കാര്യങ്ങളൊക്കെ ഫോട്ടോയൊക്കെ എടുത്ത് അയച്ചു കൊടുക്കണം. എന്നെപ്പോലുള്ളൊരു മടിച്ചീനെ വിടാതെ പിടിച്ച് നിൽക്കാൻ കേട്ടോ. ഞാൻ ചില ദിവസം സ്കിപ്പ് ചെയ്താലും സ്റ്റെല്ല സ്കിപ്പ് ചെയ്യാൻ സമ്മതിക്കില്ല. അങ്ങനെയാണ്, ഷീ ഈസ് വെരി ഫ്രണ്ട്ലി. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ഓപ്പണായിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ചാറ്റ് ചെയ്യാനും സംസാരിക്കാനൊക്കെ പറ്റും. ക്ലാസ്സിൻ്റെ ടൈമായാലും നമുക്ക് അഡ്ജസ്റ്റബിളായ രീതിയിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ചെയ്യാനും, നമ്മൾ 100% ഉണ്ടെങ്കിൽ തിരിച്ചൊരു 200% നമ്മളോട് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് കാരണമാണ് ഞാൻ സ്റ്റെല്ലയുടെ കൂടെ തന്നെ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നമുക്ക് ബാക്കി എന്താണ് ഇഷ്ടം എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. പിന്നെ ഇതേ ഫൈനൽ ബേബി എനിറ്റു. മൈക്കിൾ ബേബി സമ്മതിക്കില്ല കേട്ടോ വർക്കൗട്ട് ചെയ്യാനായിട്ട്. അവൻ എഴുന്നേക്കണേ മുന്നേ നമ്മളിതൊക്കെ തീർത്താലേ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. പിന്നെ എന്താണ് ഞാൻ പറഞ്ഞ പോലെ എന്നെപ്പോലുള്ളൊരു മടിച്ചിക്ക് ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. പിന്നെ നമ്മൾ മുറ്റത്തേക്ക് ഇറങ്ങി നമ്മുടെ ചെടി ഇതൊക്കെ ഒന്ന് നനയ്ക്കാനൊക്കെ ആയിട്ട് മൈക്കിൾ ബേബീനെ ഞാൻ കൊണ്ടുവന്നു. കുറച്ച് നേരം ഒന്നപ്പോൾ അവനും കൊടുത്ത് നടക്കുമ്പോഴൊക്കെ ഒന്ന് ഇതാവുമല്ലോ എന്നുള്ള രീതിയിൽ കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ചവിടെ പ്ലാവിലൊക്കെ കിടക്കുന്നത് കണ്ടപ്പോൾ ഞാൻ തൊപ്പി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. പക്ഷേ ഇവനിതെന്താ അതുപോലും അറിയില്ല. തൊപ്പി എന്ന് പറഞ്ഞ സംഭവം ഇതൊന്നും അറിയത്തില്ല. ഞാനിത് അവന് വെച്ച് കൊടുക്കാമെന്ന് വെച്ചപ്പോൾ അവൻ സമ്മതിക്കൊന്നുമില്ല. എൻ്റെ തലയിൽ വെച്ചപ്പോൾ അവന് ഏതാണ്ട് അത്ഭുതമായിരുന്നു. അയ്യോ വേണ്ട കേട്ടോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവനേതാണ്ട് പേടിയായതൊക്കെ. ചെറുപ്പത്തിലൊക്കെ ഇതൊക്കെ എന്താ ഒരു കളിയായിരുന്നു. പ്ലാവിലോണ്ട് തൊപ്പി ഉണ്ടാക്കുന്നു, പിന്നെ ചെമ്പരത്തിയിലോണ്ട് കാശൊക്കെയാണ്, അങ്ങനെ കുറേ ഉണ്ട്. പിന്നെ നമ്മൾ ചന്തയിലൊക്കെ പോവാണ്, സാധനങ്ങൾ മേടിക്കാണ്ടായിരുന്നു. അതിനൊക്കെ പോയി തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയാണ് നമ്മുടെ നാട് ആണ് ഗൈസ്. എനിക്ക് അത്യാവശ്യം ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുഴയും ഇതൊക്കെ ഉണ്ടല്ലോ. നമ്മുടെ തൃശ്ശൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും വണ്ടികളും ഇതൊക്കെയല്ലേ. അതൊക്കെ മറിച്ച് അത്യാവശ്യം നല്ല റബ്ബർ തോട്ടവും പുഴയും അങ്ങനെ ഒരു പ്രത്യേക ഫീലാണ് ഇതിലൂടെ വണ്ടിയുടെ ഒക്കെ പോകുമ്പോൾ. പിന്നെ മൈക്കിൾ ബേബിക്കുള്ള സാധനങ്ങളും പിന്നെ എനിക്കും അരിയൊക്കെ മേടിക്കാണ്ടായിരുന്നു. അതൊക്കെ മേടിച്ച് നമ്മുടെ ക്ലീനിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമുക്ക് ഉച്ചയ്ക്കുള്ള കറി കൂടി വെച്ച് കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ പരിപാടികളൊക്കെ തീരുമല്ലോ എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്തു, ചട്ടി അടുപ്പത്തൊക്കെ വെച്ച് കോവയ്ക്കും നിത്യവഴുതനയും കൂടി മെഴുക്കുവരട്ടിയാണ് കേട്ടോ. മെഴുക്കുവരട്ടില്ലല്ലോ, ഇത് തോരൻ. അതെ, ഇത് സത്യം പറഞ്ഞാൽ ഇതെന്താ ഏതാന്ന് ഇതിന് വ്യത്യാസമൊന്നും എനിക്കറിയില്ലായിരുന്നു. ഇവിടെ വന്നപ്പോഴാണ് ഈ മെഴുക്കുവരട്ടിയും തോരനും രണ്ടാണ്. നാളികേരം ഇടുന്നതിനെയാണ് നമ്മൾ തോരനും, പിന്നെ നാളികേരം ഇടാത്തതിന് നമ്മൾ മെഴുക്കുവരട്ടി എന്ന് പറയാമെന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത് കേട്ടോ. നമുക്കിതിനെക്കുറിച്ച് വലിയ ഗ്രാഹ്യമൊന്നും ഇല്ലായിരുന്നല്ലോ. കുക്കിങ്ങിനെ കുറിച്ച് ആധികാരികമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഏകദേശം ആയി തുടങ്ങിയിരിക്കുന്നു തോണിയിൽ. ഇനിയും കുറേ പഠിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ മൈക്കിൾ ബേബി അവിടെ കിടന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇത് വേഗം തട്ടിക്കൂട്ടി വെച്ചിട്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പോവാമല്ലോ. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് നമ്മൾ ഇത് അടച്ചു വെച്ച് നമ്മുടെ വീഡിയോ കൂടി അവസാനിപ്പിച്ചിട്ട് പോവാണ്. ബൈ.